ലോകത്തെ ഏറ്റവും സുപ്രധാനമായ എണ്ണക്കടത്തുപാതകളിലൊന്നായ ഹോർമുസ് കടലിടുക്കിൽ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും ആഗോള സമ്പദ് വ്യവസ്ഥയും ഒരുപോലെ പിടിച്ചുലയ്ക്കുന്ന അതീവ ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. പ്രമുഖ കണ്ടെയ്നർ കപ്പലായ MV-GFS ഗാലക്സി ആക്രമിക്കപ്പെടുകയും കപ്പലിൽ വൻ തീപിടുത്തമുണ്ടാവുകയും ചെയ്തതോടെ പശ്ചിമേഷ്യൻ കടൽ മേഖല യുദ്ധസമാനമായ അന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയാണ്. കപ്പലിന് സംഭവിച്ച ഗുരുതരമായ നാശനഷ്ടങ്ങളും ജീവനക്കാരുടെ ജീവന് നേരിട്ട ഭീഷണിയും അന്താരാഷ്ട്ര സമൂഹത്തെ കടുത്ത ആശങ്കയിലാഴ്ത്തിക്കഴിഞ്ഞു. ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം കപ്പലിന്റെ എഞ്ചിൻ റൂമിന് നേരെയാണ് ഏറ്റവും മാരകമായ ആഘാതമുണ്ടായിരിക്കുന്നത്. ആക്രമണത്തെ തുടർന്ന് എഞ്ചിൻ റൂമിലുണ്ടായ സ്ഫോടനവും അതിനെ തുടർന്ന് പടർന്നു പിടിച്ച വൻ തീപിടുത്തവും കപ്പലിന്റെ പ്രവർത്തന സംവിധാനങ്ങളെ പൂർണ്ണമായും നിശ്ചലമാക്കി. കടലിന്റെ നടുവിൽ ഒഴുക്കിൽപ്പെട്ട് നിയന്ത്രണം നഷ്ടപ്പെട്ട അവസ്ഥയിലായി കപ്പലിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടതോടെയാണ് ജീവനക്കാർക്ക് കപ്പൽ ഉപേക്ഷിക്കേണ്ടി വന്നത്. മരണത്തെ മുഖാമുഖം കണ്ട ആ നിമിഷങ്ങളിൽ കപ്പലിലെ ജീവനക്കാർക്ക് ജീവന്റെ സുരക്ഷ മുൻനിർത്തി കപ്പൽ പൂർണ്ണമായി ഉപേക്ഷിച്ച് ലൈഫ് ബോട്ടുകളെ ആശ്രയിക്കേണ്ടി വന്നു. കപ്പലിൽ നിന്ന് പുകപടലങ്ങൾ ഉയരുമ്പോഴും സാഹസികമായാണ് പലരും ജീവൻ രക്ഷാ ബോട്ടുകളിലേക്ക് ചാടിയത്. കടലിൽ പെട്ടുപോയ ജീവനക്കാരെ രക്ഷപ്പെടുത്താനായി തൊട്ടടുത്തുള്ള മറ്റ് കപ്പലുകളും സുരക്ഷാ സേനകളും ഉടനടി രംഗത്തെത്തിയെങ്കിലും കപ്പലിലുണ്ടായിരുന്ന ഒരു ജീവനക്കാരനെ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് ഈ ദുരന്തത്തിന്റെ ആഴം കൂട്ടുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആഗോള ഭീതിയെ ഈ സംഭവം 100 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ലോകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ക്രൂഡ് ഓയിലിന്റെയും പ്രകൃതിവാതകത്തിന്റെയും സിംഹഭാഗവും കടന്നുപോകുന്ന കപ്പൽ പാതയാണിത്. ആഗോള ഊർജ്ജ വിതരണ ശൃംഖലയുടെ കടുത്ത ജീവനാഡിയായ ഈ ഇടനാഴിയിൽ കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം വിനാശകരമായ ആക്രമണങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ വൻ വിലക്കയറ്റത്തിനും ഇന്ധനക്ഷാമത്തിനും വഴി തുറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്താരാഷ്ട്ര തലത്തിൽ വലിയ സഖ്യകക്ഷികളുടെ കമ്പനികളുടെ കപ്പലുകൾ ഇത്തരത്തിൽ ലക്ഷ്യം വെക്കപ്പെടുന്നത് പശ്ചിമേഷ്യയിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മേഖലയിലെ സായുധ ശക്തികളും പ്രതിരോധ സേനകളും തങ്ങളുടെ സാന്നിധ്യവും പ്രഹരശേഷിയും തെളിയിക്കാനായി വാണിജ്യ കപ്പലുകളെ യുദ്ധത്തിന്റെ ആയുധമാക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. MV-GFS ഗാലക്സിക്ക് നേരിട്ട ഈ ദുരന്തം കേവലം ഒരു കപ്പൽ അപകടമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ പ്രാദേശിക യുദ്ധത്തിന്റെ മുന്നോടിയായാണ് പല അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നത്. കപ്പൽ ജീവനക്കാർ ജീവനം കൊണ്ട് രക്ഷപ്പെടേണ്ടി വന്ന സാഹചര്യം ഈ പാതയിലെ സുരക്ഷാ ക്രമീകരണങ്ങളുടെ പരാജയത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കപ്പൽ ദുരന്തമുണ്ടാക്കിയ നയതന്ത്രപരമായ ചലനങ്ങൾ വളരെ വലുതാണ്. വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ അതിവേഗത്തിലുള്ള നയതന്ത്ര നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. വിവിധ ലോകരാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രാലയങ്ങളും ഐക്യരാഷ്ട്രസഭയും ഈ വിഷയത്തിൽ ഇടപെട്ടു കഴിഞ്ഞു. പശ്ചിമേഷ്യയിലെ പ്രധാന ശക്തികളായ ഇറാനും അവരുടെ റവല്യൂഷണറി ഗാർഡും ഈ മേഖലയിൽ ചെലുത്തുന്ന ശക്തമായ സ്വാധീനവും ഈ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ചർച്ചയാകുന്നുണ്ട്. ഹോർമസ് കടലിടുക്കിന്റെ നിയന്ത്രണം തങ്ങളുടെ കൈകളിലാണെന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. കാണാതായ ജീവനക്കാരനെ കണ്ടെത്താനുള്ള രക്ഷാപ്രവർത്തനം ഈ മേഖലയിൽ വഷളായ സുരക്ഷാ അന്തരീക്ഷം കാരണം കടുത്ത പ്രതിസന്ധിയിലാണ്. കടലിൽ പട്രോളിംഗ് നടത്തുന്ന നാവികസേനകൾ അതീവ ജാഗ്രതയിലാണ് മുന്നോട്ടു പോകുന്നത്. വാണിജ്യ കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അമേരിക്കയുടെയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളുടെയും നാവികസേനകൾ ഈ മേഖലയിൽ തങ്ങളുടെ സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും അതീവ ഇടുങ്ങിയ ഈ കടലിടുക്കിൽ പെട്ടെന്നുണ്ടാകുന്ന ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളെ പൂർണ്ണമായി ചെറുക്കുക എന്നത് നാവികസേനകൾക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. കപ്പൽ ഉപേക്ഷിച്ച ജീവനക്കാർ ഇപ്പോൾ സുരക്ഷിത താവളങ്ങളിൽ എത്തിയെങ്കിലും അവർ അനുഭവിച്ച മാനസികാഘാതം വിവരണാതീതമാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് വാണിജ്യ കപ്പലുകളിലെ സാധാരണക്കാരായ തൊഴിലാളികളെ ലക്ഷ്യം വെക്കുന്ന ക്രൂരമായ വിനോദമാണ് ഇപ്പോൾ നടക്കുന്നത്. നയതന്ത്ര പ്രതിനിധികൾ ഒരു വശത്ത് ചർച്ചകൾ നടത്തുമ്പോഴും മറുവശത്ത് യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ തെറ്റായ നീക്കം പോലും ഈ മേഖലയെ പൂർണ്ണമായ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിട്ടേക്കാം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ദീർഘകാലത്തെ ശത്രുതയും ഇസ്രയേൽ അനുകൂല ശക്തികളുടെ നിലപാടുകളും ഈ പ്രശ്നത്തെ കൂടുതൽ സങ്കീർണവും പരിഹരിക്കാൻ പ്രയാസമുള്ളതുമാക്കി മാറ്റുന്നു. ഈ ആഗോള പ്രതിസന്ധി ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെയും വരും ദിവസങ്ങളിൽ ദോഷകരമായി ബാധിക്കും. ഇന്ത്യയിലേക്കുള്ള എണ്ണ ഇറക്കുമതിയുടെ വലിയൊരു പങ്കും ഈ വഴിയിലൂടെയാണ് വരുന്നത്. ഹോർമുസ് കടലിടുക്കിലെ അസ്ഥിരത ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില വർദ്ധിക്കുന്നതിനും അതുവഴി നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും കാരണമായേക്കാം. അതിനാൽ ന്യൂഡൽഹി അതീവ ശ്രദ്ധയോടെയാണ് ഈ സംഭവങ്ങളെ നിരീക്ഷിക്കുന്നത്.
വരും മണിക്കൂറുകളിൽ നയതന്ത്ര ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ അന്താരാഷ്ട്ര കപ്പൽ കമ്പനികൾ ഈ വഴിയിലൂടെയുള്ള യാത്രകൾ പൂർണ്ണമായും നിർത്തിവെക്കാൻ സാധ്യതയുണ്ട്. കപ്പൽ ഗതാഗതം സ്തംഭിച്ചാൽ അത് ലോകമെമ്പാടുമുള്ള വ്യവസായങ്ങളെ ബാധിക്കും. MV GFS ഗാലക്സി എന്ന കപ്പലിന് സംഭവിച്ച ദുരന്തം കേവലം ഒരു തുടക്കം മാത്രമാണോ, അതോ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്ന വലിയൊരു യുദ്ധത്തിന്റെ ആമുഖമാണോ എന്ന് വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ വ്യക്തമാക്കും.